rocking out, headbang going out of my mind. Coming hot, going down, picking up, I leave a cradle when I dive. See it from a bird's eye. I'm ready to taste no more nights to slow pick up. ഹായ്, നമ്മൾ ലാസ്റ്റ് പാർട്ടുകളിലെല്ലാം നോക്കിയത് ജാങ്കോയുടെ ഫീച്ചേഴ്സ് ആയിരുന്നല്ലേ. ജാങ്കോയിൽ എങ്ങനെയാണ് നമ്മളൊരു ലാസ്റ്റ് ഒരു കുറച്ച് സെക്ഷൻസ് ആയിട്ട് നോക്കിയിരുന്നത്. ജാങ്കോയിൽ എങ്ങനെയാണ് ഒരു വെബ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്, ജാങ്കോയുടെ എങ്ങനെയാണ് നമ്മൾ ബാക്ക് ആൻഡ് DB ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതായത് ജാങ്കോ ORM എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ സെക്ഷൻസ്, കുക്കീസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ലാസ്റ്റ് കുറേ സെക്ഷൻസ് ആയിട്ട് നോക്കിയിരുന്നത്. ബേസിക്കലി എന്ന് വെച്ചാൽ ജാങ്കോ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ട ഏറ്റവും എസെൻഷ്യൽ ആയുള്ള ഫീച്ചേഴ്സ് മാത്രമാണ് നമ്മുടെ ട്യൂട്ടോറിയൽ കവർ ചെയ്തത്. നിങ്ങൾക്കറിയാം, ഏത് ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ഏത് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നതെങ്കിലും നമുക്കെപ്പോഴും അതിൽ കൂടുതൽ ഒരു എക്സ്പെർട്ടൈസ് ആവുന്നത് അതിനകത്ത് നമ്മൾ കൂടുതൽ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. അതായത് നമ്മൾ ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തും ആ പ്രൊജക്റ്റ് റിലേറ്റ് ചെയ്തിരിക്കുന്ന കുറേ റിക്വയർമെൻറ്റുകൾ ഉണ്ടാവും. അതായത് ആ പ്രൊജക്റ്റിനകത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ലോഡ് ചെയ്യേണ്ടി വരാം, അതല്ലെങ്കിൽ നിങ്ങൾ ആ പ്രൊജക്റ്റിനകത്ത് ചിലപ്പോൾ വാട്സപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ്. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് നമ്മുടെ ലാംഗ്വേജിൽ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്രെയിംവർക്കിൽ എങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ആ സമയത്ത് മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്തായിരിക്കും ആ ടെക്നോളജിയിൽ നിങ്ങൾ കൂടുതൽ ഫെമിലിയർ ആവുന്നത്. അപ്പം ഞാനിപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രൊജക്റ്റ് ആയിരിക്കും നമ്മൾ ഇപ്പം കാണിക്കുന്നത്. പക്ഷേ ഈവൻ ദോ നിങ്ങൾക്ക് പറ്റാവുന്നത്രയും പ്രൊജക്റ്റുകൾ ചെയ്യാൻ പറ്റാവുന്നതോ ചെയ്യുക. നമ്മളിപ്പോൾ ഇതിനകത്തൊരു ഏറ്റവും ഒരു മിനിമൽ ഒരു ഇ കൊമേഴ്സ് വെബ് ആപ്ലിക്കേഷനാണ് പ്രൊജക്റ്റായി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമുക്ക് ഏത് രീതി വേണമെങ്കിലും ചെയ്യാം, വളരെ അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാം. അതിനകത്ത് തന്നെ കൂടുതൽ ഫീച്ചറുകൾ വെച്ചിട്ട് കുറേ അഡ്വാൻസ്ഡ് ആയിട്ടും എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതൊരു ഫസ്റ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഏറ്റവും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ, അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ നോക്കുന്നത്. നമ്മളൊരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ, നിങ്ങൾ ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും, ഫ്ലിപ്കാർട്ട് യൂസ് ചെയ്യുന്നുണ്ടാവും, അതുപോലെ ആമസോൺ യൂസ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ കുറേ ഇ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെല്ലർക്ക് അയാളുടെ ഐറ്റം ഓൺലൈനായിട്ട് സെല് ചെയ്യാൻ പറ്റണം. അതേപോലെ ആ ഐറ്റം ഐറ്റം ഓൺലൈനായിട്ട് വാങ്ങാൻ നോക്കുന്ന ഒരു കസ്റ്റമർക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ത്രൂ ആ ഐറ്റം വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ വെബ് ആപ്ലിക്കേഷൻ ത്രൂ നമുക്ക് ആ ഐറ്റം വാങ്ങാനും പറ്റണം. അതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. ഓക്കെ, നമുക്ക് പ്രോജക്റ്റിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ഫീച്ചറുകളാണ് നമ്മുടെ ആപ്ലിക്കേഷനിൽ ബിൽഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചറുകളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതിനെപ്പറ്റി ആദ്യം നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം നമ്മുടെ ആപ്ലിക്കേഷനിൽ ഏതൊക്കെ യൂസേഴ്സ് വരുന്നുണ്ടെന്ന് നോക്കാം. നമ്മൾ യൂസർ എന്താണെന്നുള്ളത് ഞാൻ ലാസ്റ്റ് പാർട്ടിൽ ഇപ്പോൾ സംസാരിച്ചിരുന്നത്, എന്താണ് യൂസർ എന്നുള്ള ടൈം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു ഇ കൊമേഴ്സ് ആപ്ലിക്കേഷനിൽ നമ്മളിപ്പോൾ എപ്പോഴും ഏകദേശം കൂടുതൽ ആളുകൾ ലോഗിൻ ചെയ്തിരിക്കുന്ന ബയർ ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ കസ്റ്റമർ ആയിട്ടായിരിക്കും അല്ലേ. നമ്മളൊരു ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ ലോഗിൻ ചെയ്തിട്ട് നമുക്ക് വേണ്ട ഐറ്റം പർച്ചേസ് ചെയ്യുന്ന ഒരു കസ്റ്റമർ ആയിട്ടായിരിക്കും വരുന്നത് അല്ലേ. അപ്പോൾ ഈ കസ്റ്റമർ എന്നുള്ളതല്ലാതെ തന്നെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന പ്രൊഡക്റ്റുകളും, അല്ലെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലൊക്കെ കാണുന്ന പ്രൊഡക്റ്റുകളൊക്കെ ആഡ് ചെയ്യുന്ന ഒരു ഷോപ്പ് ഓണറും ഉണ്ടാവും. ഓക്കെ, ഫ്ലിപ്കാർട്ടിലോ ആമസോണിലും ഞാൻ ഒരു ഷോപ്പ് ഓണർ എന്ന് പറയുന്നില്ല, കാരണം അത് കുറച്ചുകൂടെ സിസ്റ്റം വ്യത്യാസമാണ്. കാരണം അതൊരു സിംഗിൾ ഷോപ്പ് അല്ല വരുന്നത്, മൾട്ടിപ്പിൾ ഷോപ്സ് ഉണ്ട്. ആ ഷോപ്പ് അവർക്ക് അതിനകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വരുന്നുണ്ട്. അതേസമയം ഒരു ചെറിയൊരു ഷോപ്പ്, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ പോകുന്ന ഏതെങ്കിലും ഒരു ടെക്സ്റ്റൈൽസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഷോപ്പ് ഓട്ടോമേറ്റ് അവരതിൻ്റെ ഓപ്പറേഷൻസ് എല്ലാം ഓൺലൈനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കാൻ വേണ്ടി ഒരു വെബ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ അതിന് മിക്കവാറും അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ 2 യൂസേഴ്സ് ആയിരിക്കും ഉണ്ടാവുകയുള്ളൂ. ഒന്ന് ഈ പറയുന്ന ഓൺലൈനായിട്ട് ബൈ ചെയ്യാൻ വരുന്ന കസ്റ്റമേഴ്സ്, പിന്നൊന്നെന്ന് പറയുന്നത് ആ പ്രൊഡക്റ്റുകൾ, അതായത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനുകളിലേക്ക് പ്രൊഡക്റ്റ് ആഡ് ചെയ്യേണ്ട ഷോപ്പ് ഓണറുടെ യൂസർ. അതായത് ഷോപ്പ് ഓണർ ആയിരിക്കും ഈ പറയുന്ന പ്രൊഡക്റ്റും ഐറ്റംസും എല്ലാം വെബ് ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുന്നത്. നമ്മൾ കസ്റ്റമറായിട്ട് ലോഗിൻ ചെയ്യുന്നു, എന്നിട്ട് അവർ ആഡ് ചെയ്ത ഐറ്റംസ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടാവും. ആ ഡിസ്പ്ലേ ചെയ്യുന്ന ഐറ്റംസിൽ നിന്ന് നമുക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യുന്നു അല്ലേ. നമുക്കതിന് ഒരു ബേസിക്കായിട്ട് എന്തൊക്കെയാണ് ഓരോ യൂസർക്കും, അതായത് നമ്മൾ കസ്റ്റമറായിട്ട് എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഷോപ്പ് അഡ്മിൻ എന്തൊക്കെ ഫീച്ചറുകൾ ഉണ്ടാവും എന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ IT ഫീൽഡിൽ ഒരു കരിയർ ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ ട്യൂട്ടോറിയൽസും അവൈലബിൾ ആണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് പഠിക്കുമ്പോൾ എന്ത് വന്നാലും സംശയങ്ങളൊക്കെ വരാം. ഈ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ 1 month സപ്പോർട്ട് നമ്മുടെ ചാനൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ prototype.com എന്നുള്ള വെബ്സൈറ്റ് കയറിയിട്ട് ഈ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിങ്ങളൊരു ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് എൻ്റർ ചെയ്യിപ്പിക്കും. ഈ ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് മലയാളത്തിലോ ഇംഗ്ലീഷിലോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾ ഡൗട്ടുകൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അതുപോലെ ഓൺലൈനിൽ വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ഇവിടെ വന്ന് നമ്മുടെ ടീമിൻ്റെ കൂടെ നമ്മുടെ ഇരുന്ന് വർക്കൗട്ട് ചെയ്യുന്ന ഒരു ബ്രോ ക്യാമ്പ് എന്നുള്ള പ്രോഗ്രാമും കൂടെ ഉണ്ട്. ഈ പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുക. നിങ്ങൾ ഏതൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആളായാലും IT ഫീൽഡിലോട്ട് കരിയർ ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സൗകര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതുപോലെ ഈ നമ്പറുകളിലും കോൺടാക്ട് ചെയ്യുക.
ഇത് ഒരു കസ്റ്റമറുടെ യൂസ് കേസ് ഡയഗ്രാം ആണ്. യൂസ് കേസ് ഡയഗ്രാം എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്കിപ്പോൾ ഒരു യൂസ് കേസ് എന്ന് വെച്ചാൽ ഒരു യൂസർക്ക് വരാവുന്ന സെനാരികൾ അവർക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ കസ്റ്റമറായിട്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് കേസുകളാണ് വരുന്നത്, അതാണ് ഈ യൂസ് കേസ് ഡയഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ യൂസ് കേസ് ഡയഗ്രാം നമ്മൾ സാധാരണഗതിയിൽ മിക്കവാറും നമുക്ക് ആ പ്രൊജക്റ്റിൻ്റെ ഫ്ലോ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ ക്ലാസ് ഡയഗ്രാം, യൂസ് കേസ് ഡയഗ്രാം, ഇങ്ങനെ കുറേ ഡയഗ്രാംസ് ഒക്കെ നമ്മൾ വരയ്ക്കാറുണ്ട്. അപ്പോൾ ഇത് വരച്ചിരിക്കുന്നത് ഞാൻ വരച്ചേക്കുന്നത് നമുക്കിതിനെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ ടൂൾസുകളുണ്ട്. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്നത് ഈ YUML.me എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഫ്രീ ആയിട്ട് നമുക്ക് ഈ UML ഡയഗ്രാം ഒക്കെ എന്താ പറയുക ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുന്ന രീതിയിൽ ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റും. നിങ്ങൾ നോക്കി നിങ്ങൾക്ക് എന്തെങ്കിലും അതിൻ്റെ നീഡ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഈ കസ്റ്റമർ യൂസ് കേസ് ഡയഗ്രത്തിൽ എന്തൊക്കെ ഫീച്ചറുകളാണ് വരുന്നത് എന്നുള്ളത് നോക്കാം. ഓക്കെ, കസ്റ്റമർ നിങ്ങൾക്കറിയാം, കസ്റ്റമർ അപ്പോൾ ലോഗിൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാറുണ്ടല്ലോ. ഇപ്പം നമ്മളുടെ ഫ്ലിപ്കാർട്ടിലേക്ക് അത് മൊബൈലിലേക്ക് നമ്പറോ അല്ലെങ്കിൽ മെയിൽ ID ഒക്കെ യൂസ് ചെയ്തിട്ടാണ് സൈൻ ഇൻ ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് ഒരു യൂസർ ലോഗിൻ വേണം. പിന്നെ കസ്റ്റമർക്ക് പ്രൊഡക്ട്സ് ബ്രൗസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണും അല്ലേ. അതായത് ബാക്ക് എൻഡിൽ ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെയാണോ, ഷോപ്പ് ഓണേഴ്സ് ആഡ് ചെയ്തിരിക്കുന്ന എന്തൊക്കെ പ്രൊഡക്റ്റാണോ ആ പ്രൊഡക്റ്റുകളൊന്ന് കാണാൻ പറ്റണം. പിന്നെ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്ന വേറൊരു സംഭവമാണ് ആഡ് ടു കാർട്ട് അല്ലേ. അതായത് നമുക്ക് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്, അതായത് കസ്റ്റമർ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ഐറ്റംസിനെല്ലാം അവർ ഗ്രൂപ്പ് ചെയ്യുകയാണ്. അത് കാർട്ടെന്നോ ബാസ്ക്കറ്റെന്നോ പല ടേമുകൾ വരാം. അത് നമ്മളൊരു ആഡ് ടു കാർട്ട് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്ത ഐറ്റംസ് കാർട്ടിൽ വരുന്നു അല്ലേ. അത് ബേസിക്കലി ആ ഒരു ഓപ്ഷൻ കസ്റ്റമർ സൈഡിൽ ആ ഒരു ഓപ്ഷൻ വേണ്ടി വരും. അതായത് അവർക്കൊരു കാർട്ട് മാനേജ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഓക്കെ, വൺസ് കാർട്ട് അവർക്കുണ്ടെങ്കിൽ കാർട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഐറ്റം റിമൂവ് ചെയ്യേണ്ട കണ്ടീഷൻസ് വരാം അല്ലേ. നമുക്ക് ചിലപ്പം ചില ഐറ്റംസ് കാർട്ടിൽ നമുക്ക് നീഡല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വേണം അല്ലേ. ഓക്കെ, റിമൂവ് ഐറ്റം ഫ്രം ദ കാർട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വേണം. അതുപോലെ തന്നെ കാർട്ട് റിലേറ്റ് ചെയ്തിട്ട് വരുന്ന വേറൊരു കാര്യമാണ് കാർട്ട് ഫൈനലൈസ്. കാർട്ടിലെ എല്ലാ ഡേറ്റയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചെക്കൗട്ട് അല്ലെങ്കിൽ പ്ലേസ് ഓർഡറോ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതായത് നമുക്കത് ഫൈനലൈസ് ചെയ്യുവാണ്. ഈ ഐറ്റംസ് എല്ലാം ആണ് നമ്മളത് ഓർഡറായിട്ട് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു പ്ലേസ് ഓർഡർ ഓപ്ഷൻ അല്ലെങ്കിൽ ചെക്കൗട്ട് ഓപ്ഷൻ വേണ്ടി വരും. ഇതാണ് നമുക്ക് കാർട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ, പിന്നെ വൺസ് നമ്മളിപ്പോൾ ഈ ഓർഡറെല്ലാം കാർട്ടിലെ ഐറ്റംസ് ആഡ് ചെയ്ത ഐറ്റംസ് എല്ലാം നമ്മൾ നേരെ ഓരോ ഓർഡറായിട്ട് ചെക്കൗട്ട് ചെയ്യുന്നു. ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സെക്ഷൻ നമുക്ക് എപ്പോഴും നമ്മൾ നോക്കാറുണ്ടാവും ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എന്തെന്ന് അറിയാൻ പറ്റണം. അതായത് നമ്മുടെ ബാക്ക് എൻഡിൽ ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് മാറുന്നതനുസരിച്ച് ഓർഡർ ഡെലിവറി ആയോ അല്ലെങ്കിൽ എന്ത് സ്റ്റേജിലായി എന്നറിയുന്ന സ്റ്റാറ്റസ് നമുക്ക് അറിയാൻ പറ്റണം. അതാണ് അടുത്തൊരു ഓപ്ഷൻ വരുന്നത്, മാനേജ് ഓർഡേഴ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ. പിന്നെ ഫൈനലി കസ്റ്റമർക്ക് സൈൻ ഔട്ട് ചെയ്യണം. ഇത്രയാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് വരുന്നത്. നമുക്ക് സൈൻ ഇൻ ഉണ്ട്, പ്രൊഡക്റ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റണം, കാർട്ട് മാനേജ് ചെയ്യാൻ പറ്റണം, കാർട്ടിനകത്ത് തന്നെ ഐറ്റംസ് റിമൂവ് ചെയ്യാനും അതുപോലെ ആഡ് ചെയ്യാനും ഉള്ള ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ ഫൈനലൈസ് ചെയ്ത് കാർട്ടിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പറ്റണം. പിന്നെ വൺസ് കാർട്ട് ഒരു ഓർഡറായിട്ട് കൺവേർട്ട് ആയി കഴിഞ്ഞാൽ ആ ഓർഡറിൻ്റെ സ്റ്റാറ്റസ് നമുക്കറിയാൻ പറ്റണം. ഇത്രയായിരിക്കും നമ്മുടെ ഒരു കസ്റ്റമർ യൂസ് കേസ്. ഈ യൂസ് കേസിൽ തന്നെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂസ് കേസുകളാണിത്. ഇതിൻ്റെ തന്നെ പല അഡ്വാൻസ്ഡ് കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന മിക്ക സൈറ്റുകളിലും കാണുന്നത്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് കാണിക്കുകയാണ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ ഷോപ്പ് അഡ്മിൻ്റെ യൂസ് കേസുകൾ എന്തൊക്കെയാണ് വരുന്നത് വെക്കാം. നമ്മളെ സംബന്ധിച്ച് ഏറ്റവും മെയിനായിട്ട് വരുന്നത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഷോപ്പ് അഡ്മിൻ ലോഗിൻ ചെയ്യാൻ പറ്റണം. അയാൾക്കൊരു ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. പിന്നെ വൺ ഷോപ്പ് അഡ്മിൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഷോപ്പ് അഡ്മിന് പിന്നീട് വേണ്ടത് അയാൾക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ ആഡ് ചെയ്യുക. അതായത് നമ്മൾ ബാക്ക് എൻഡിൽ നമ്മൾ നേരത്തെ മൂവീസിൻ്റെ ഒക്കെ ചെയ്ത പോലെ തന്നെ മൂവീസിൻ്റെ നേരത്തെ ട്യൂട്ടോറിയലിൽ ചെയ്ത പോലെ തന്നെ എന്തൊക്കെ പ്രോഡക്റ്റാണ് അയാൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ബാക്ക് എൻഡ് അഡ്മിൻ വഴി ആഡ് ചെയ്യുന്നു. ആ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മുടെ ഫ്രണ്ടിൽ കസ്റ്റമർക്ക് ഡിസ്പ്ലേ ആവുന്നത്. അതുപോലെ ചില സമയത്ത് ചില പ്രൊഡക്റ്റുകൾ റിമൂവ് ചെയ്യേണ്ടി വരാം. അതെല്ലാമാണ് മാനേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്നത്. പിന്നെ രണ്ടാമതാണ് കസ്റ്റമർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു ഡേറ്റ ഓർഡർ നടത്തി കഴിഞ്ഞാൽ ആ ഓർഡറുകൾ പ്രോസസ്സ് ചെയ്യാൻ പറ്റണം. അതായത് ഓർഡറിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, ഓരോ തവണയും ഓർഡർ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഓർഡർ സ്റ്റാറ്റസ് ചേഞ്ച് ചെയ്യാൻ പറ്റണം. പിന്നീട് വരുന്ന സൈൻ ഔട്ട്. ഇത്രയാണ് ഏറ്റവും ബേസിക് ഫീച്ചറായിട്ട് കസ്റ്റമർ സൈഡിൽ വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇതിനകത്ത് ഞാൻ മാക്സിമം നമ്മുടെ ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെ റിലേറ്റഡ് ടെക്നോളജീസ് ഒക്കെ ഒഴിവാക്കിയാണ് ചെയ്യുന്നത്. നമ്മളത് കവർ ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയാണ് ചെയ്തിരിക്കുന്നത്. ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അജാക്സ് പോലുള്ള കാര്യങ്ങൾ ഇട്ടിട്ടില്ല. പക്ഷേ ഈവൻ ദോ നിങ്ങൾക്കതിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് പിന്നീട് ഫസ്റ്റ് ഇത് ചെയ്ത അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ചുകൂടെ ജാവാസ്ക്രിപ്റ്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ആദ്യം നമ്മൾ നമ്മുടെ പ്രൊജക്റ്റിന് എത്ര യൂസേഴ്സ് ഉണ്ട് എന്ന് നോക്കി. നമ്മൾ ഷോപ്പ് അഡ്മിനും ഒരു ബയർ യൂസർ ഉണ്ടാവും.
പിന്നീട് നമ്മൾ അതിൻ്റെ എന്തൊക്കെ യൂസ് കേസുകളാണ് വരുന്നതെന്നാണ് നോക്കിയത്. ഇനി നമുക്ക് എന്തൊക്കെ മൊഡ്യൂൾസ് ആണ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ അതിനകത്ത് മെയിനായിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സ് ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ് നോക്കുന്നത്. മെയിനായിട്ട് വരുന്നത് ഇതിൽ 4 മൊഡ്യൂൾസ് ആണുള്ളത്. ഒന്ന് പ്രൊഡക്റ്റ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റ് ഡേറ്റ ആഡ് ചെയ്യാനും അപ്ഡേറ്റ് ചെയ്യാനും ഡിലീറ്റ് ചെയ്യാനും വ്യൂ ചെയ്യാനും ഒക്കെ ഉള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ആ പ്രൊഡക്റ്റ് മൊഡ്യൂളിനകത്ത് നമ്മൾ വരുന്നത്. പിന്നീട് വരുന്നത് നമ്മുടെ ഒരു കസ്റ്റമൈസ് ഓപ്ഷൻ ആയിരിക്കും. അതായത് നമ്മുടെ കസ്റ്റമർ സൈനപ്പ്, ലോഗിൻ, ലോഗ് ഔട്ട്, ഡിലീറ്റ് കസ്റ്റമർ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ആയിരിക്കും നമ്മുടെ കസ്റ്റമർ മൊഡ്യൂളിൽ വരുന്നത്. ഓക്കെ, പിന്നെ വരുന്ന മൊഡ്യൂളാണ് ഓർഡേഴ്സ്. ഓർഡേഴ്സിനകത്ത് നമ്മൾ അതായത് കസ്റ്റമറുടെ കാർട്ട് മാനേജ് ചെയ്യുക, അതേപോലെ കസ്റ്റമർ ചെക്കൗട്ട്, പിന്നെ ഓർഡർ പ്രോസസ്സ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ചേഞ്ച് ഓർഡർ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള ഓർഡർ പ്രോസസ്സിങ് കാര്യങ്ങൾ, അതെല്ലാമാണ് നമ്മുടെ ഓർഡർ മൊഡ്യൂളിനകത്ത് വരുന്നത്. പിന്നെ ഒരു മൊഡ്യൂളിൽ വരുന്നുണ്ട്. നമ്മളിപ്പം സാധാരണഗതിയിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ടോ അല്ല ആമസോണൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചിലപ്പോൾ ഇതിനകത്തുള്ള ഈ വെബ്സൈറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഇതുണ്ട് സെയിൽസ് ഇൻ ടുഡേ, ഇങ്ങനെയുള്ള ഈ വെബ്സൈറ്റിൻ്റെ തന്നെ കുറച്ച് ലോഗോകൾ അല്ലെങ്കിൽ അതിൻ്റെ കുറേ സെറ്റിങ്സുകൾ, ഇതിനെല്ലാം മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് എല്ലാ ദിവസവും നിങ്ങൾ നോക്കുമ്പോൾ പലപ്പോഴും ഈ ആപ്ലിക്കേഷൻ്റെ തന്നെ ബാനർ ഇമേജ് പലതുമൊക്കെ മാറിക്കിടക്കുന്നതാണ്. അത് നമ്മുടെ വെബ്സൈറ്റിൻ്റെ തീംസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു അഡീഷണൽ മൊഡ്യൂൾ ഇട്ട് നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു കോൺഫിഗറേഷൻ, തീംസും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു തീംസ് എന്ന് പറഞ്ഞൊരു മൊഡ്യൂളോട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, അതിനകത്ത് ചേഞ്ച് ബാനർ, അതുപോലെ ലോഗോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും വരുന്നത്. നമ്മുടെ വെബ് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോഗോയും ബാനറും ഒക്കെ ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് വരുന്നത്. ഇത്രയാണ് നമ്മുടെ ബേസിക് മൊഡ്യൂൾസ് വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇനിയും വരാൻ പോകുന്ന സെക്ഷൻസിലൂടെ നമ്മൾ ഈ പ്രോജക്റ്റിലേക്ക് എന്തൊക്കെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ മോഡൽ ഡിസൈൻസ് ആയിരിക്കും. ഡേറ്റ മോഡൽ ഡിസൈൻസിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൊഡ്യൂൾസിൽ ഈ പറയുന്ന ഫംഗ്ഷൻസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഡേറ്റ മോഡലുകൾ, ജാങ്കോ മോഡലുകൾ, അതുപോലെ ബാക്ക് ആൻഡ് DBയിൽ എങ്ങനെ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതാണ്. ബാക്ക് ആൻഡ് ഡേറ്റ മോഡൽ ഡിസൈനാണ് ആദ്യം നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ലേഔട്ട് ഡിസൈൻ, അതായത് നമുക്ക് വേണ്ട ടെംപ്ലേറ്റ്, നമ്മുടെ കാർട്ടിന് വേണ്ടിയിട്ടുള്ള ടെംപ്ലേറ്റ് എന്താണെന്നുള്ളതും ആ ഒരു വ്യൂ എങ്ങനെയാണ് കൊണ്ടുവരേണ്ടത്, അതാണ് ലേഔട്ട് ഡിസൈനിൽ വരുന്നത്. അടുത്ത സെക്ഷനിൽ നമ്മൾ പോകുന്നത് പ്രൊഡക്റ്റ് മൊഡ്യൂൾ ഇംപ്ലിമെൻറ്റേഷൻ ആയിരിക്കും. പിന്നീട് വരുന്നത് കസ്റ്റമർ മൊഡ്യൂളിൻ്റെ കസ്റ്റമർ സൈനപ്പ്, ലോഗിൻ, അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ് ആയിരിക്കും നോക്കുന്നത്. നെക്സ്റ്റ് കാർട്ട് ഓർഡർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ചെക്കൗട്ട്, ബാക്കിയുള്ള ഓർഡർ പ്രോസസ്സിങ്, ആ ഉള്ള മൊഡ്യൂളിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ സൈഡ് ആയിരിക്കും പോകുന്നത്. പിന്നീട് ഫൈനൽ ഡിപ്ലോയ്മെൻ്റ് ആയിരിക്കും. ഇത്രയാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതിൽ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പ്രൊജക്റ്റിൻ്റെ ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ മാത്രമാണ് തന്നത്. ഇപ്പം നെക്സ്റ്റ് നമ്മൾ എന്തായാലും ഡേറ്റ മോഡൽ ഡിസൈൻ തൊട്ട് നമുക്ക് പ്രൊജക്റ്റിലേക്ക് നോക്കാം. ഓക്കെ, ബൈ.